അങ്ങനെയെങ്കിൽ അവരെ ചന്തി കുടിച്ച ആൾക്കാരൊക്കെ തന്നെ അവർ കേസ് കൊടുക്കണ്ടേ? ഞങ്ങൾക്കും അറിയാം. ആരായിക്കോട്ടെ, ഷോൾഡറിൽ തട്ടിന്നും പറഞ്ഞിട്ട് അത് അപമാനാവൂല. മാറടി എന്ന് പറയാൻ പറ്റില്ല, മാറ മോളെ എന്ന് പറയാൻ പറ്റുമോ? വീണ്ടും വീണ്ടും ചോദിക്കും. മീഡിയക്കാരാണ്. എല്ലാരും ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടോ. ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മാറി ഇപ്പുറത്ത് നിൽക്കാലോ. ഡോറിന്റെ അവിടെ തന്നെ പോയി എന്തിനാ? മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തൊന്നുമില്ല. അല്ലെങ്കിൽ സാറിനോട് പറയണം, സാർ എന്റെ ദേഹത്ത് തൊടാൻ നിൽക്കരുത്, തൊടാണ്ട് വർത്താനം മനം പറയും. അല്ല, കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത്. അങ്ങനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ ചിരിച്ചുകൊണ്ട് തന്നെ സീനും ഉണ്ട് അല്ലേ? അപ്പൊ തന്നെ കരയണോർന്നു. ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ? എനിക്ക് പറയാൻ താല്പര്യം പറയാൻ പോയാ പോരെ അല്ലേ? മര്യാദ കൊടുത്തതിന്റെ പേരിലല്ലേ നിന്ന് സംസാരിച്ചത്. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഏത് ഷോക്ക്? ഞാൻ ആ ഷോക്ക് ഒന്നും ഫേസിൽ കണ്ടില്ല. അതുകൊണ്ട് ഇതുവരെ നടന്നില്ലല്ലോ, അങ്ങനെ പറയാം. ആരെന്ന് ചോദിക്കാലോ. അവർക്ക് അനുവാദത്തോട് നിൽക്കുന്ന കുറെ പേരില്ലേ, മാധ്യമപ്രവർത്തകർ വേറെ. അയ്യോ, അടിച്ചെടുത്തല്ലോ എന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കാൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പിടിപാടുള്ളവർക്ക് വേണ്ടി നിന്നു. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കണം. ആ സമയത്ത് പ്രതികരിക്കാതെ ഇത്ര മണിക്കൂറുകൾക്ക് ശേഷം അപ്പൊ തന്നെ പ്രതികരിക്കണം. പത്രപ്രവർത്തനം എന്താണെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുള്ള രാമകൃഷ്ണപിള്ളയുടെ ശില്പം. പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവരോട് നിന്ന് തുടർ ചോദ്യങ്ങൾ ചോദിച്ചത്. അതിലെ പൊടിയെങ്കിലും തുടച്ചു കളഞ്ഞ് അവിടുന്ന് പഠിച്ചു തുടങ്ങ് പത്രധർമ്മം എന്താണെന്ന്. സംഗതി ആ കുഴപ്പത്തിലേക്ക് നീങ്ങാൻ കുഴപ്പോ പിന്നെ സംഘടന വണ്ടി തിരിച്ചു വിടും. എന്തായാലും സന്തോഷായി. ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായിരുന്നു. ഒരു ധാരണ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു എപ്പിസോഡാക്കാൻ ഞങ്ങളുടെ വ്യൂവേഴ്സിന് നല്ലൊരു ത്രില്ലോ.